ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ജസ്റ്റ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബീഡ്സ് മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. ഒരു റെഡ് കളറിലെ ബീഡ്സാണ് ഇത്. നമുക്കൊരു 10 രൂപയുടെ പാക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഷോപ്പിലൊക്കെ. അപ്പം ഇത് നല്ലൊരു ബീഡാണ് കേട്ടോ. ഇത് അങ്ങനെ കളറൊന്നും പോവില്ല. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്രയും നാളും കളേഴ്സൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ നല്ലൊരു ബീഡാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. നമ്മൾ നെക്ക് മാർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴെ നിന്ന് ഏറ്റവും യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ് കേട്ടോ. 14 എടുക്കുക. 14 അവിടെ നിന്ന് മൊത്തം ലെങ്ത് എന്ന് പറയുന്നതാണ് 14. അപ്പോൾ ആ 14നകത്ത് ഉൾപ്പെടുന്ന വിധത്തിൽ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് നിങ്ങളിതായി ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് ഒരു ബോർഡറാക്കി എടുക്കുക. നമുക്ക് ആ 2 ലൈനിനകത്താണ് ബീഡ്സ് വർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അതായത് ടോട്ടൽ 14 ഇഞ്ചിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. പിന്നെ മുകളിലേക്ക് കുറച്ച് റൗണ്ട്സ് ഉണ്ടോ, അത് കുറച്ച് അടുപ്പിച്ച് റൗണ്ട്സ് അത്യാവശ്യം അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുന്തോറും ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞു ബീഡ്സൊക്കെ നമ്മളിതാ താഴെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിലൊരു പാർട്ടി വെയർ കുർത്തി ചെയ്യാനും സൽവാർ സെറ്റൊക്കെ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ സ്ലീവിനും വരുന്നത്. സ്ലീവിന് ഇതുപോലെ ബീഡ്സ് നിറയെ സ്പ്രെഡ് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്തോറും കുറച്ച് അകത്തി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു അകത്ത്, അതായത് യോക്കിൻ്റെ ലെങ്തിൻ്റെ ആ ഒരു 1.5 ഇഞ്ച് അത് നല്ല തിക്കായിട്ട് വേണം ബീഡ്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുണ്ട് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്. വീതി കുറവോ വീതി കൂടുതലോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ അത് 14 ഇഞ്ചിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മുകളിലേക്ക് ചെറിയ റൗണ്ട്സും ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട്സ് നമ്മൾ ഈ ഒരു ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ത്രെഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു 1.5 ഇഞ്ചിലുള്ള ആ ബോക്സിനകത്ത് ഫുള്ള് കംപ്ലീറ്റ് തിക്കായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ബീഡ് എടുക്കുമ്പോഴും മാക്സിമം ലോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിവിടെ നോർമൽ നീഡിൽ വെച്ചിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് അഴിഞ്ഞു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബീഡ് ചെയ്താലും നമ്മൾ 2-3 ബീഡ്സിന് ശേഷം ലോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതുപോലെ ഇത്രയും തിക്കായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എങ്കിലേ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. നമ്മളിത് ഈ ഒരു ഭാഗത്ത് ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല. എന്നിട്ട് മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ തിക്കായിട്ട് നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ വളരെ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബീഡ്സ് വരുന്നത്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അത് ഈ ബീഡ്സ് വെച്ചിട്ട് തന്നെ സെൻറ്ററിലൊരു ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അനങ്ങത്തില്ല അവിടെ. ഇനി നമുക്കൊരു 8 ബീഡ്സ് എടുക്കാം. ഈ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനും എത്രയാണോ നമുക്ക് എടുത്ത് നോക്കണം, അളവ് നോക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഞാൻ ആദ്യം കോർത്ത ആ ബീഡ്സിൻ്റെ അകത്തുകൂടിയാണ് നമ്മുടെ ഈ നീഡിലും ത്രെഡും കൂടെ കയറ്റി കൊടുത്തത്. അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പിന്നെ നമുക്ക് ഓരോ ഭാഗത്തും ലോക്കിയിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് നമുക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് അവിടെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുഞ്ഞു ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് ഇത്രയും ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ഒരു പകുതി പോർഷൻ, അതായത് മുകളിലേക്ക് വരുമ്പോൾ ഒരു 3 ഇഞ്ച് വീതിയിൽ പകുതി പോർഷൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരുംതോറും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ തിക്നെസ്, അതിൻ്റെ മുകളിൽ കുറച്ച് തിക്നെസ്, ഏറ്റവും മുകളിലേക്ക് പോകുന്തോറും കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്